ഹലോ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് മഴയൊക്കെ മാറി. മഴ മാറിയെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും മഴയ്ക്കൊരു ശമനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ചാറുകളൊന്നുമില്ല. അരക്കിലോ ചാള മീൻകാരൻ വന്നപ്പോൾ വാങ്ങിച്ചു. അരക്കിലോ ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ അത് പറ്റിച്ചാലും വേണ്ടത്ര ടേസ്റ്റ് വരില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനത് അച്ചാറാക്കാം എന്നോർത്ത് അച്ചാറുണ്ടാക്കാമെന്നും പറഞ്ഞ് ഞാൻ നന്നാക്കി വെളുത്തുള്ളി 3 കുടം നല്ലോണം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 കുടം വെളുത്തുള്ളി, 5-6 പച്ചമുളക്, ഇഞ്ചി നല്ലോണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ടൊരു അച്ചാറങ്ങ് ഉണ്ടാക്കാം നല്ലെണ്ണയിൽ. പിന്നെ അല്പം വിനാഗിരി വേണം, മറ്റേ കായം, ഉലുവാപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് അച്ചാറുണ്ടാക്കാം. വേപ്പില വേണം കേട്ടോ, വേപ്പില ഇല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചാള നന്നാക്കി കഴുകി ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഫ്രിഡ്ജിൽ അത് എടുത്തുകൊണ്ടിട്ട് കേട്ടോ. കണ്ടോ, ഇത് 3 മുറിച്ചതുകൊണ്ട് ചിലത് 2 മുറിച്ചതുകൊണ്ട്. പാത്രം ചൂടായിട്ടോ നമുക്ക് എണ്ണ ഒഴിച്ചു. എണ്ണയിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണം. എണ്ണയിൽ തന്നെ വറുത്തെടുത്ത് വണ്ടി എണ്ണ ചൂടായിട്ടോ നമുക്ക് തന്നെ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് കുറേ നേരമായി മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ എരിവും ഉപ്പും അതിനകത്ത് പിടിച്ചോട്ടെ എന്ന് ഓർത്തു. എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ഇങ്ങനെ ഇച്ചിരി അച്ചാറിരുന്ന ഈ മീൻ്റെ അച്ചാറൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. അപ്പോൾ കുറച്ച് അച്ചാർ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴക്കാലമല്ലേ, അധികം കൂട്ടാനൊന്നും കിട്ടിയില്ലെങ്കിലും ഇതും കൊണ്ടൊക്കെ ഇതൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങളങ്ങനെയാണ് കേട്ടോ, ഒരുപാടങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് പോവില്ല. നന്നായിട്ടത് എണ്ണ കിടന്ന് മുരിഞ്ഞൊന്ന് വറുത്ത് എടുത്തിട്ട് വേണം അച്ചാർ ശരിയാക്കാനായിട്ട്. മീഡിയം സൈസ് ചാളയായിരുന്നു. കാര്യം അതിൻ്റെ അകത്ത് ഇങ്ങനെ പഞ്ഞീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നെയ്യില്ലാത്ത കാരണം എനിക്ക് അങ്ങോട്ട്, അല്ലെങ്കിൽ നല്ല ചുമന്നുള്ളിയൊക്കെ ഇട്ട് ചാറായിട്ട് വെച്ചാൽ എനിക്ക് ടേസ്റ്റാണ്. ചാള ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് കേട്ടോ. എൻ്റെ മരിയമോള് പറയും, നാർന്നെന്ന് പറയും. ഇപ്പം പറയില്ല കേട്ടോ, ഇപ്പം ഒന്നും കിട്ടാൻ വഴിയില്ലാത്ത കാരണം. പക്ഷെ അവൾക്ക് മീനോട് ഭയങ്കര താല്പര്യം. അതിന് പകരം കൂടെ എൻ്റെ ദിവസം മീൻ കൂട്ടില്ല. അവന് മീൻ വേണ്ടാന്ന് പറയില്ല, അവൻ മീൻ കൂട്ടില്ല. ഫെമി മീൻ കൂട്ടും, അവൾക്ക് മീൻ ഇഷ്ടം. അപ്പം അതവിടെ ഇരുന്ന് ശരിക്കും ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. ചാളയെല്ലാം വറുത്ത് ഞാൻ പൊരിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് സമയം കളയാതെ ഒരു ചെറിയ ഉള്ളി കേട്ടോ. അത് ഇപ്പോൾ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ എന്തിനാണ് അടപ്പത്ത് വയ്ക്കണമെന്ന് ചോദിക്കും. അത് നമുക്ക് പതുക്കെ ഇളക്കിയൊക്കെ എടുത്ത് വാങ്ങണ്ടേ, അല്ലെങ്കിൽ അത് ചുവട് കട്ടിയില്ലെങ്കിലല്ലോ, അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ പിന്നെ അത് കാര്യം ഇത് അലൂമിനിയാണ്, ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റും. അപ്പോൾ ഉള്ളി അവിടെ ഇരുന്നൊന്ന് ചൂടാവട്ടെ എല്ലാം. അതെ, എൻ്റെ കായം പൊടിഞ്ഞ പൊടിയില്ലേ, അത് തീർന്നായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായം വെളിച്ചെണ്ണയിലിട്ടൊന്ന് വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് ഒരു കഷ്ണം ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ശരിക്കും മുട്ട പൊരിഞ്ഞ് വരുമ്പോൾ ഇങ്ങോട്ട് പൊരിച്ച് എടുത്തിട്ട് ഞാൻ അത്
ഉലുവയും കായും കൂടി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തു. അപ്പം അത് ശരിക്കും ഇങ്ങനെയുള്ള കായാണ് കേട്ടോ, കട്ടക്കായാണ് നല്ലത്. പൊടി മേടിക്കുന്നേക്കായും കട്ടയാണ് നല്ലത്. പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേപ്പില ഞാൻ കഴുകി ഉണക്കി ടിന്നിനകത്ത് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഈ എണ്ണ ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. ഈ എണ്ണ ഒന്ന് ഊറ്റിയെടുക്കാം. ഇത് കളയണ്ടല്ലോ. തന്നെയല്ല, ചാളയിൽ നെയ്യ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ മെച്ചമായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് അച്ചാറിടാൻ വിചാരിച്ചത്. ഈ ചാളയൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഇത് ടേസ്റ്റല്ലേ. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇടുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വെളുത്തുള്ളി ഈ ഇരിക്കുന്ന എണ്ണയും കൂടി, ഈ കായം ചൂടാക്കിയ എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇങ്ങനെയാട്ടോ അച്ചാർ ഇടുന്നത്. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇടാറ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്നുള്ളതൊക്കെ എല്ലാവരും കൂടെ ഒക്കെ കാണിച്ചു തന്നാലാണ് നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നികത്താൻ പറ്റുള്ളൂ. ചാളത് ഞാൻ വറുത്ത് കോരി ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ഈ കേൾക്കണത് സൈറൻ, ഇവിടെ ടെൽക്ക് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട് അടുത്ത്. അപ്പം 3 ചായയൊക്കെ എല്ലാവരും ചായ കുടിച്ചോ? ഇവിടെ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പുറത്ത്, അതൊക്കെ ശരിയാക്കിയോ. ഞാനല്ല കേട്ടോ. ഞാൻ മേൽനോട്ടം വഹിക്കുള്ളൂ. മേൽനോട്ടമല്ല, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എണ്ണ ചൂടായി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. മുളകും ഇഞ്ചിയും ഉണ്ട് നല്ലോണം. ഇഞ്ചി ഉണ്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ മുളക് അരിഞ്ഞപ്പോൾ നല്ല എരിവുള്ള മുളകാന്ന് എനിക്ക് അന്നേരം തോന്നി. അതായത് നേരത്തേക്ക് എൻ്റെ കൈ ഇവിടെ പുകഞ്ഞ് നീര് വന്നു കണ്ടോ. ഇത് മുട്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നണം. അപ്പോൾ തന്നെ ഞാൻ എന്നിട്ട് എന്നോട് അച്ഛൻ പറഞ്ഞു, നീ പോയി ക്രീം എടുത്ത് എന്തെങ്കിലും പറ്റാൻ പറഞ്ഞു. പക്ഷെ കുറേ നേരം ഞാൻ വേദന സഹിച്ചിങ്ങനെ പുകഞ്ഞിട്ടേ നടന്നു. പക്ഷെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ട്. ഉപ്പ് ആവശ്യത്തിന് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ചാളയിൽ നോക്കി മാത്രമേ ഉപ്പിടാവുള്ളൂ. അത് കാരണം ഞാൻ കുറച്ച് ഉപ്പിടണുള്ളൂ. ഇതിന് മാത്രമുള്ള ഉപ്പ്, പൊടികൾക്കും ഇതിന് മാത്രമുള്ള ഉപ്പ്. കൂടുതൽ ഉപ്പിട്ടുണ്ടെങ്കിൽ ഉപ്പറിയായ പിന്നെ പണിയിട്ടുണ്ട്. കയ്യിലൊന്ന് മാറ്റട്ടെ കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷം. എന്നിൽ ഒരുപാട് പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ട്. അതെല്ലാവരും നിങ്ങൾ ക്ഷമിച്ചും എന്നെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്താലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. എന്നാലാണ് ഞാനിടുന്ന കുഞ്ഞു വീഡിയോസ്, ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് വീഡിയോ എൻ്റെ. ഇതൊക്കെ വെളിച്ചെണ്ണ ആകുമ്പോൾ തുടയ്ക്കാൻ വയ്ക്കും, ചാടനോട് തുടയ്ക്കാൻ വയ്ക്കും. ഇത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വരട്ടെ കേട്ടോ. ഇഞ്ചിയും അതിൻ്റെ കൂടെ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക്, ഒരു 5-6 പച്ചമുളകുണ്ട്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. അച്ചാറെന്ന് പറയുമ്പോൾ ഒരുപാട് എരിവില്ലെങ്കിലും എരിവുണ്ടല്ലോ. പിന്നെ ഇതൊക്കെ ചേർന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് വരണ്ട് എന്നിട്ട് വേണം നമുക്ക് മീനിടാൻ. പിന്നെ അച്ചാറിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇൻഡക്ഷനിൽ.
പിന്നെ കുറച്ച് അച്ചാർ പൊടി എടുത്തിട്ടുണ്ട്. കുറച്ചുള്ളൂ, ഒരു 1.5 ടീസ്പൂണോളം ഉള്ളൂ, ഒരുപാട് എടുത്തിട്ടില്ല. അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിന് നമ്മൾ മുളകും മഞ്ഞളും വിനാഗിരി അത്രയും മാത്രം ചേർത്ത് കുറച്ച് സാധനങ്ങൾ ചേർത്ത് നമുക്ക് ടേസ്റ്റായിട്ട് തന്നെ ചാള അച്ചാറിടാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുമ്പോൾ ചില വീഡിയോസിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പലരും പല നാട്ടിലേക്കും പല രീതിയിലാണ് അച്ചാറിടുന്നത്. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫ്രൈ ആയില്ല കേട്ടോ, ശരിക്കും വരണ്ട് വന്നിട്ട് വേണം നമുക്ക് ഇതിടാനായിട്ട്. നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് ഫ്രൈ ആയിട്ട് മൂടി വരട്ടെ. ചിലർ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടെ അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒതുക്കിയിട്ട് ചേർക്കും കേട്ടോ. അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല, ഇങ്ങനെ ചേർത്താലും എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് കിടന്ന് എങ്ങനെയാണെങ്കിലും ഇതിനകത്ത് കിടന്ന് യോജിച്ച് പൊക്കോളും. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഇടയ്ക്കൊന്ന് കടിക്കുകയും ചെയ്യാം. ഇഞ്ചി കടിക്കുന്നത് നല്ലതല്ലേ. വെള്ളം തിളച്ചു, വെള്ളം നോക്കി. ശരിക്കും ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് വരട്ടിയെടുക്കണം. കണ്ടോ, വരട്ടല്ലാതെ അതിൻ്റെ അടപ്പതിലേക്ക് ഇറങ്ങിപ്പോയി. അതിൻ്റെ അടപ്പല്ല, അവിടെ പോയി കണ്ടില്ല. എവിടെയെങ്കിലും പാത്രത്തിൻ്റെ ഉള്ളിലുണ്ടാവും. കട്ടക്കായം ഉള്ളെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യണം കേട്ടോ. അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കായം പൊട്ടിച്ചങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പൊരി നരി വറക്കും പോലെ പൊടിഞ്ഞു വരും. എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും കേട്ടോ. ഒരുമാതിരി മൂത്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ. മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി, സോറി കേട്ടോ, ആവി അടിച്ച് കഴിഞ്ഞു. ശരിക്കും വരണ്ട് മുഴുവൻ. അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചാർ പൊടി ഇതൊരു 1.5 ടീസ്പൂൺ അച്ചാർ പൊടി അതിൽ. അച്ചാർ പൊടി എന്ന് മാത്രം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഉലുവയും കായും ചേർന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്തു എന്ന് മാത്രം. അത് ഫ്രൈ ആയി. നമുക്ക് ഉലുവയും കായും പൊടിച്ചത് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. സൂപ്പറായി. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് വേപ്പില. ഞാൻ കഴുകി വാരി ഇതിനകത്ത് എടുത്ത് വെച്ചതാട്ടോ ടിന്നിൽ. വേപ്പില ആവശ്യത്തിന് ഇരുന്നോട്ടെ. എനിക്ക് വേപ്പിലയും ദൂരം ഇട്ടാലും മതിയാവില്ല.
ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരി. കണ്ടോ, ഇതൊരു 50 ml കാണും, 100 ഇല്ല കേട്ടോ. നല്ല മണം വേണ്ടിട്ടോ, ചാവയിട്ടുണ്ടെങ്കിലും നല്ല മണം വേണ്ടി. സൂപ്പറായി. ഈ ചാറിന് ഉപ്പുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് പൊടിയാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാനും. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം കേട്ടോ, വെള്ളം തിളച്ച വെള്ളമാണ്. ഒരിക്കലും നിങ്ങൾ പച്ചവെള്ളം നേരിട്ട് അച്ചാറിലേക്ക് ഒന്നും ഒഴിക്കരുത്. കാര്യം അതിനകത്ത് കൂടെ തിളക്കില്ല എന്നൊക്കെ ചോദിക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു. ഒരു ഗ്രേവി ആയിക്കോട്ടെ എന്ന് ഓർത്താൽ ഞാൻ തിളച്ച് വരുമ്പോൾ നമുക്ക് ചാവയിട്ട് സൂപ്പർ സൂപ്പർ. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പാത്രത്തിലേക്ക് ഇപ്പം തന്നെ മാറ്റണം. കണ്ടോ, അകലേന്ന് കാണാൻ പറ്റില്ല. കണ്ടോ, സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത് വേഗം തന്നെ പാത്രത്തിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക. പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ ഇത് അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ്. കാര്യം ഉരുളിയാണെങ്കിലും ഈ ചോക്കിയൊക്കെ ചെല്ലുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അലൂമിനിയം പാത്രം ഒന്നിനും ഉപയോഗിക്കരുതെന്നാണ് പറയണേ. നല്ല മണം. ഈ മണം കേട്ടാ ചോറ് തമാശ പറയണല്ല കേട്ടോ. വേപ്പിലയും ആ ഉണ്ടാക്കിയ പാത്രം തന്നെ കണ്ടോ. നല്ല എണ്ണ കുറിച്ച് അപ്പോൾ ദേ എൻ്റെ മീനിൻ്റെ അച്ചാർ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ചാളയ്ക്കൊക്കെ വില കുറവ് കിട്ടുമ്പോണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ 3 ആക്കി നോക്കിയിട്ടുണ്ട്. മുഴുവനിട്ടാലും ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.